ഹരേ കൃഷ്ണ, രാധേ രാധേ. നമുക്കിന്നൊരു കഥ കേട്ടാലോ. ശ്രീമതി എന്നൊരു അപ്സരസ് ഇന്ദ്രൻ്റെ സദസ്സിലുണ്ടായിരുന്നു. ഈ അപ്സരസിന് ഒരിക്കൽ ലക്ഷ്മി ദേവി കൽപ്പകവൃക്ഷത്തിൻ്റെ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഹാരം സമ്മാനമായി കൊടുത്തു. ശ്രീമതി എന്ന ഈ അപ്സരസ് ഈ ഹാരം ദുർവാസാവിന് സമർപ്പിച്ചു. ദുർവാസാവാകട്ടെ ഈ സ്വർലോകത്തിൻ്റെ അധിപനായ ഇന്ദ്രന് കൊടുത്തു ആ ഹാരം. ഇന്ദ്രൻ തൻ്റെ വാഹനമായ ഐരാവതത്തിന്, ഗജേന്ദ്രശ്രേഷ്ഠനാണ് ഐരാവതം, അതിൻ്റെ കഴുത്തിൽ അലങ്കരിച്ചു. കൽപ്പകത്തരുവിൻ്റെ പൂക്കൾക്ക് അതീവ വാസനയുണ്ടായിരുന്നു. ഈ വാസന ഉള്ളതിനാൽ അവിടേക്ക് വണ്ടുകൾ എത്തിച്ചേരാനായിട്ട് അധികം താമസമൊന്നും എടുത്തില്ല. വണ്ടുകൾ ആകൃഷ്ടരാവുകയും ഇത് ഐരാവതത്തിന് കുത്താനും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ആ ഹാരം, അതായത് കൊടുത്ത ആ പൂമാലയിൽ നിറഞ്ഞു വണ്ടുകൾ കൊണ്ട്. വണ്ടുകളെയും തേനീച്ചകളുടെയും ശല്യം സഹിക്കവയ്യാതായപ്പോൾ ഐരാവതം ഈ വിശേഷമാലയെ തൻ്റെ കഴുത്തിൽ നിന്നും പറിച്ച് നിലത്തിട്ട് ചവിട്ടിയരച്ചു. ഈ ഒരു സംഭവം ദുർവാസാവ് തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞു. താൻ നൽകിയ പൂമാല അനാദരിച്ചതിൽ ഉള്ള കോപമടക്കാൻ വയ്യാതെ ദുർവാസാവ് ദേവന്മാരെ ഒന്നടങ്കം ശപിച്ചു കളഞ്ഞു. അതെങ്ങനെയായിരുന്നു? ദേവന്മാരുടെ ഐശ്വര്യം നശിച്ചു പോയിക്കോട്ടെ, ജരാനരയും വാർദ്ധക്യവും വരട്ടെ എന്നും. അങ്ങനെ ഐശ്വര്യവും നശിച്ച് കാലക്രമേണ ജരാനരയും വാർദ്ധക്യവും വന്ന് ഭവിച്ചു. വാർദ്ധക്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് ദേവന്മാർ ഒന്നടങ്കം ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു. ത്രിമൂർത്തികൾ ദേവന്മാരുടെ ഈ ജരാനരകളെ നീക്കുന്നതിന് അമൃത് ഭക്ഷിച്ചാൽ മതിയെന്നും ഈ അമൃത് പാലാഴിയിലുണ്ടെന്നും പാലാഴി എന്ന സമുദ്രത്തിൽ കടഞ്ഞാൽ അനേകം ദിവ്യമായ വസ്തുക്കളും അമൃതും ലഭിക്കുമെന്നും അതുകൂടാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ഐശ്വര്യവും തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞു. എന്നാൽ ഇത്രയും വലിയൊരു സമുദ്രത്തെ ഒറ്റയ്ക്ക് ദേവന്മാർക്ക് മാത്രം കഴിയുമായിരുന്നില്ല മഥനം ചെയ്യാനായിട്ട്. അതുകൊണ്ട് കായബലത്തിൽ തന്നേക്കാൾ, അതായത് ദേവന്മാരെക്കാൾ ബലിഷ്ഠരായ അസുരന്മാരുടെ സഹായം അഭ്യർത്ഥിച്ചു. കിട്ടുന്നതിൽ പകുതി അമൃത് അസുരന്മാർക്ക് കൊടുക്കാമെന്ന നിബന്ധനയിൽ അസുരന്മാർ ദേവന്മാരോട് ചേർന്ന് പാലാഴി കടയാൻ തുടങ്ങി. അങ്ങനെ രണ്ടു കൂട്ടരുടെയും ശ്രമഫലമായി പാലാഴി കടയാൻ തുടങ്ങി. മന്ദരപർവ്വതത്തെ കടക്കൂലായി വാസുകി എന്ന സർപ്പശ്രേഷ്ഠനെ കയറായി ഉപയോഗിച്ചുകൊണ്ടാണ് പാലാഴി മഥനം തുടങ്ങിയത്. ഈ സമയം ദേവന്മാർ വാസുകിയുടെ ശിരസാണ് പിടിച്ചത്, അതുപോലെ അസുരന്മാർ വാലും. ഇത് അസുരന്മാർക്ക് ഒരു കുറച്ചിലായി തോന്നി. ഇത്രയും ശക്തിശാലിമാരായ ഞങ്ങൾക്ക് ഈ ഒരു നാഗത്തിൻ്റെ തുച്ഛമായ വാല് പിടിക്കുക എന്നത് വളരെ അപമാനകരമാണ്. ദേവന്മാരോട് അസുരന്മാർ വഴക്കടിച്ചു. അസുരന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി ദേവന്മാർ തലഭാഗത്തിൽ നിന്നും വാലറ്റത്തേക്ക് മാറി. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ അസുരന്മാർ ഇത്ര മണ്ടന്മാരാണെന്ന് തന്നെ. അങ്ങനെ അത് നമുക്ക് മുന്നോട്ട് കേൾക്കാം. അങ്ങനെ വാസുകിയുടെ വായിൽ നിന്നും പ്രവഹിച്ച ചൂട് ശ്വാസം കൊണ്ടാണ് അസുരന്മാർ കറുത്തുപോയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞാലും മണ്ടന്മാരുടെ ഒരു പ്രശ്നം. പാലാഴി എന്ന സമുദ്രത്തെ കടയുന്നതിൽ കയറായി ഉപയോഗിച്ചിരുന്ന വാസുകി പിന്നീട് ശക്തി കൂടി വന്നപ്പോൾ ശരീരം വലിഞ്ഞു മുറുകി വാസുകിയുടെ ഉള്ളിൽ നിന്നും ഹലാഹലം വിഷം അഥവാ കാളകൂട വിഷം ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ വിഷം ഭൂമിയിൽ പതിച്ചാൽ ഭൂമി അവസാനിക്കും. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ശിവൻ ഈ വിഷം കുടിക്കാൻ തുടങ്ങി. ഈ വിഷം ഭഗവാന്റെ കഴുത്തിൽ നിന്ന് ഉദരത്തിലോട്ട് പോയാൽ ശിവന് ഹാനിയുണ്ടാകും. ഇത് മനസ്സിലാക്കിയ പാർവതി ദേവി വിഷം കീഴ്പോട്ടിറങ്ങാതെ ഇരിക്കാൻ പരമേശ്വരൻ്റെ കണ്ടത്തിൽ അമർത്തി പിടിച്ചു. പരമേശ്വരൻ ഈ വിഷത്തെ പുറത്തേക്ക് ഛർദ്ദിക്കാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ ശിവഭഗവാന്റെ വായ പൊത്തിപ്പിടിച്ചു. അങ്ങനെ ഈ വിഷം ശിവഭഗവാന്റെ കണ്ടത്തിൽ അങ്ങനെ ഉറഞ്ഞു. വിഷം ഉറഞ്ഞ കണ്ടം അങ്ങനെ നീലവർണ്ണമായി. അന്ന് മുതൽക്കാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് വന്നത്. ഇങ്ങനെ പാലാഴി മഥന സമയത്ത് ഹലാഹല വിഷം അഥവാ കാളകൂട വിഷം ഭക്ഷിച്ച പരമേശ്വരൻ മോഹാലസ്യപ്പെട്ടു വീണു. ദേവകളൊക്കെ ഭഗവാന് ആപത്ത് സംഭവിക്കാതിരിക്കാൻ ഉറക്കമൊഴിഞ്ഞ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ആ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മളെല്ലാവരും ശിവരാത്രിയിൽ ഉറക്കമിളയ്ക്കുന്നത്. 1000 ഏകാദശി വ്രതം നോൽക്കുന്നതിന് തുല്യമാണ് ഒരു ശിവരാത്രി. പിന്നെയും പാലാഴി മഥനം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ വിശേഷ വസ്തുക്കൾ അതിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി. അപ്പോൾ കഥയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു,
കൽപ്പകവൃക്ഷവും ലക്ഷ്മി ദേവിയും ഒക്കെ ഉയർന്നു വരുന്നത് ഇതൊന്ന് ഉയർന്നു പിന്നീട് വരികയാണ് ചെയ്യുന്നത് ഈ മദനത്തിന് ഇടയ്ക്ക്. ഇവിടെ ദുർവാസാവ് മഹർഷി ദേവന്മാരെ ശപിക്കുന്നത് സ്വർഗത്തിലെ അതായത് ഐശ്വര്യം, അതായത് ലക്ഷ്മി ദേവി നശിച്ചു പോട്ടെ എന്നാണ്. സകല ഐശ്വര്യങ്ങളുടെ ഉറവിടമെന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. ശരിക്കും ഈ ശാപം ഭവിച്ചത് ലക്ഷ്മി ദേവിക്കാണ്. അങ്ങനെ ദേവന്മാരുടെ സകല ഐശ്വര്യവുമായി ലക്ഷ്മി ദേവിയാണ് പാലാഴിയിൽ അന്തർധാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് ത്രിമൂർത്തികൾക്ക് അറിയാം. പാലാഴി മഥനത്തിലൂടെ ആ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെ ഒക്കെ തന്നെ വീണ്ടെടുക്കുകയാണ് ദേവന്മാർ ചെയ്തത്. പാലാഴി മഥനത്തിലൊടുവിൽ ധന്വന്തരി അമൃതകുംഭവുമായി ഉയർന്നു വന്നു. ഈ അമൃതകുംഭവുമായി ധന്വന്തരി ഉയർന്നു വന്ന നേരം തന്നെ അസുരന്മാർ അതും തട്ടിയെടുത്ത് പാതാളത്തിലൊഴിട്ട് ഓടിമറിഞ്ഞു. സിംഹിക എന്നൊരു അസുര സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ പേര് വിപ്രജിത്തി എന്നായിരുന്നു. ഈ സിംഹികയാണ് സിംഹികയ്ക്ക് വിപ്രജിത്തിൽ ജനിച്ച ഒരു അസുരനുണ്ട്. അവൻ്റെ പേര് സൈഹികേയൻ എന്നായിരുന്നു. ഈ സൈഹികേയനാണ് അമൃതകുംഭവുമായി പാതാളത്തിൽ മറഞ്ഞ അസുരന്മാരുടെ നേതാവ്. ഉടൻ തന്നെ മഹാവിഷ്ണു തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അസുരന്മാർ മറഞ്ഞിരിക്കുന്ന പാതാള ലോകം കാണാൻ സാധിച്ചു. മഹാവിഷ്ണു ഉടൻ തന്നെ മോഹിനി വേഷം ധരിച്ച് പാതാളത്തിലേക്ക് ഗമിച്ചു. മോഹിനി രൂപം എന്ന് പറഞ്ഞാൽ പരമശിവൻ പോലും പരവശനാകുന്ന രൂപമാണ്. അപ്പോൾ ചഞ്ചലചിത്തരായ അസുരന്മാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ മോഹിനിയെ കണ്ട ഓരോ അസുരന്മാർ അവർക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. ഓരോരുത്തരും പ്രണയാഭ്യർത്ഥനയും നടത്തി. മോഹിനി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരുന്നോളൂ. ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന അസുരന് ഞാൻ വിവാഹം കഴിക്കുന്നതായിരിക്കും. അത്രയും ക്ഷമാശീലമുള്ള ഒരു അസുരന് മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. പക്ഷെ കഴിക്കുമെന്നതിൽ തീർച്ച തന്നെയാണ്. ഇത് കേട്ട് അസുരന്മാരെല്ലാവരും കണ്ണുകൾ മുറുകെ അടച്ചിരിക്കാൻ തുടങ്ങി. ഇതേ സമയം മോഹിനി പാതാളത്തിൽ നിന്നും അമൃതകലശവുമായി ദേവലോകത്തെത്തിയെന്നാൽ സൈഹികേയൻ ഇടയ്ക്കിടെ ഒരു കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ, ഒറ്റ കണ്ണിങ്ങനെ ഒട്ടകണ്ണിട്ട് നോക്കുമെന്ന് അറിയില്ല, അതുപോലെ നോക്കിയപ്പോൾ അമൃത കുംഭവുമായിട്ട് ഈ സുന്ദരി ഓടി മറയുന്നതാണ് കാണുന്നത്. ഉടനെ തന്നെ സൈഹികേയൻ തൻ്റെ അസുരഗണങ്ങളെ പറഞ്ഞു, എല്ലാവരും കണ്ണുകൾ തുറക്കൂ. അതാ ആ സുന്ദരി അമൃതകുംഭവുമായി പോകുന്നു. നമ്മൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റ് അസുരന്മാർ അവളുടെ സൗന്ദര്യത്തിൽ ഇത്രയും ആകൃഷ്ടരായിരുന്നു. അവർ സൈഹികേയൻ കളവ് പറയുകയാണെന്ന് കരുതി കണ്ണു തുറന്നില്ല. അവളെ പരിണയിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ആരും തന്നെ കണ്ണു തുറന്നില്ല. സൈഹികേയൻ ഒരു ബ്രാഹ്മണബാലൻ്റെ വേഷം ധരിച്ച് ദേവലോകത്തെത്തി. ദേവലോകത്തെ കാവൽക്കാർ അന്ന് സൂര്യനും ചന്ദ്രനുമായിരുന്നു. ഇവരുടെ കണ്ണു വെട്ടിച്ച് അമൃത് വിളമ്പുന്ന ആ സഭയിലേക്ക് സൈഹികേയനും കയറിപ്പറ്റി. ഇവർ അമൃത് വിളമ്പുന്നതിനിടയിൽ സൂര്യചന്ദ്രന്മാർക്ക് തങ്ങളുടെ കണ്ണു വെട്ടിച്ച് കടന്ന സൈഹികേയനെ തിരിച്ചറിയാൻ സാധിച്ചു. ഉടൻ തന്നെ അവർ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. മഹാവിഷ്ണു നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ സുദർശനം കൊണ്ട് സൈഹികേയൻ്റെ ശിരസ് ഛേദിച്ചു. എന്നാൽ അമൃത് അകത്ത് ചെന്നതിനാൽ സൈഹികേയൻ എന്ന അസുരൻ അമരത്വമുള്ളവനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ശിരസും ഉടലും വേർപെടുത്തിയെങ്കിലും ആ രണ്ടു ഭാഗവും മരണമില്ലായിരുന്നു. അങ്ങനെ സൈഹികേയൻ്റെ ഛേദിക്കപ്പെട്ട തലയുടെ ബാക്കി ഭാഗം പാമ്പിൻ്റേതുപോലെയായി. ആ ഭാഗം രാഹുവും, പിന്നെ ശരീരത്തിന് മുകളിൽ 7 തലകൾ വന്ന് നാഗത്തിൻ്റേതുപോലെയായി കേതു എന്നും പേരായി. ജ്യോതിഷത്തിൽ രാഹുവും കേതുവും 2 ഗ്രഹങ്ങളാണ്. ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് അപ്രദക്ഷിണ ഗ്രഹങ്ങളാണ് ഇത് രണ്ടും. അപ്രദക്ഷിണ ദിശയിൽ, അതായത് രാശി ചക്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന 2 തമോ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഛായാഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. ഇത് സാങ്കല്പിക ഗ്രഹങ്ങളാണ്. രാഹുവും കേതുവും യഥാർത്ഥത്തിൽ സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരപഥത്തിൽ ഒരു 5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് കറങ്ങുന്നത്. ഈ 5 ഡിഗ്രി സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ കണ്ടുമുട്ടും. ആ സമയമാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. രാഹുവിനും കേതുവിനും സൂര്യനോടും ചന്ദ്രനോടും അത്രയ്ക്ക് ദേഷ്യമാണ്. അവർ കാരണമാണല്ലോ ഈ ഒരവസ്ഥ അവർക്ക് വന്നത്. അത് കാരണം
അപ്പോൾ സമുദ്രമഥനത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത കഥയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നമസ്കാരം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. രാധേ രാധേ.